ഹരിശ്രീ ഗണപതിയെ നമ അവിഘ്നമസ്തു നക്ഷത്രജാലത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെല്ലിൻ്റെ ആകൃതി ചിത്രമുണ്ടാകും. അത് തൊട്ട് കഴിയുമ്പോൾ 3 ഓപ്ഷൻ വരും. അതിലോളെന്നുള്ളൊരു ഭാഗം 1 തൊട്ട് വെച്ചാൽ ഇടുന്ന വീഡിയോയൊക്കെ നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കും. അനിഴ നക്ഷത്രക്കാരുടെ കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അനിഴ നക്ഷത്രക്കാർക്ക് മുന്നേറുന്നതിന് യോഗം കാണുന്ന ഒരു വർഷമാണ് 2025. എന്തുകൊണ്ടും നല്ലൊരു മാറ്റമാണ് 2025 ഉള്ളത്. തൊഴിലില്ലാത്ത ആൾക്കാർക്ക് ജോലി ലഭിക്കുന്നതിന് സാധിക്കും. ബിസിനസ് ചെയ്യുന്നവരിലാണെങ്കിൽ അനുകൂലമല്ലാത്ത മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. എന്നാൽ അല്പം കൂടുതൽ ശ്രദ്ധ ബിസിനസ്സിൽ നൽകിയാൽ ബിസിനസ്സിൽ നിന്ന് ഇരട്ടി ലാഭം സ്വന്തമാക്കാം. വിദേശ യാത്രകൾക്ക് യോഗം കാണുന്ന ഒരു വർഷം കൂടിയാണിത്. കൂടാതെ ദാമ്പത്യ ബന്ധം കൂടുതൽ ദൃഢമാകും. പലപ്പോഴും കണ്ടകശനിക്ക് അവസാനം കുറിക്കുന്നൊരു വർഷം കൂടിയാണ് 2025. എന്നിരുന്നാലും ചെറിയ പ്രശ്നങ്ങളില്ലാതില്ല. അമ്മയുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനൊക്കെ സാധിക്കും. വ്യാഴത്തിൻ്റെ രാശിമാറ്റം അത്ര നല്ല ഗുണങ്ങളല്ല ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ അനാവശ്യ കാര്യങ്ങൾ കൂടുതലായി ഇടപെടുന്നത് കൊണ്ട് ഉള്ളൊരു പ്രശ്നങ്ങളാണ് കൂടുതലും ഉള്ളത്. അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ മറ്റുള്ളവരുടെ കാര്യത്തിലൊക്കെ നമുക്ക് ഇടപെടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ശത്രുക്കളുടെ കാര്യത്തിലൊക്കെ കൂടുതൽ ജാഗ്രത പാലിക്കുന്നത് നന്നായിരിക്കും. പലപ്പോഴും സാമ്പത്തിക സ്ഥിതിയിൽ പ്രതികൂല അവസ്ഥകൾക്ക് സാധ്യതയുണ്ടെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചൊക്കെ കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ നല്ലൊരു ഫലം തന്നെയാണ് അതുകൊണ്ടുണ്ടാകുന്നത്. വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് വരുമാനമനുസരിച്ച് ചിലവാക്കാൻ പഠിക്കണം. അങ്ങനെയെങ്കിൽ ഇരട്ടി ലാഭം നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. നിങ്ങളുടെ കർമ്മമണ്ഡലങ്ങളിൽ സാമ്പത്തിക പുരോഗതി കൈവരിക്കുന്ന വർഷം കൂടിയാണ് 2025. നിസ്സാരമെന്ന് കരുതിയ പല കാര്യങ്ങൾക്കും കൂടുതൽ പ്രയത്നം വേണ്ടിവരും. വ്യവസായ മേഖലകളിലൊക്കെ മാന്ദ്യം അനുഭവപ്പെട്ടൊരു സമയമുണ്ടായിരുന്നു. അതൊക്കെ മാറി ഇപ്പോൾ നല്ലൊരു സമയത്തിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഔദ്യോഗിക മേഖലകളിലൊക്കെ സ്ഥാനക്കയറ്റത്തിനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ദൂരദേശവാസത്തിനും യോഗം കാണുന്നുണ്ട്. ആദ്യം തന്നെ ഞാൻ പറഞ്ഞിരുന്നു. വസ്തുതർക്കം പരിഹരിക്കുന്നതിനും അർഹമായ പൂർവിക സ്വത്ത് ലഭിക്കുവാനും 5 നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തിൽ യോഗം കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഗുണദോഷ സമ്മിശ്രമാണ്. വശങ്ങൾ കുറച്ചേ കാണുന്നുള്ളൂ. അപ്പോൾ നമ്മളുടെ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ നമ്മൾ താൻ പാതി ദൈവം പാതി എന്നാണല്ലോ പറയുന്നത്. അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ ഒന്ന് പക്കപ്പുറം നാളുകളോളം പോകുന്നത് നന്നായിരിക്കും. ശനീശ്വരനൊക്കെ നല്ലൊരു വഴിപാട് ചെയ്യുന്നതും ഭദ്രകാളി ക്ഷേത്രം അടുത്തുണ്ടെങ്കിൽ ചുവന്ന റോസാപ്പൂവിൻ്റെ മാലയോ അല്ലെങ്കിൽ ഒരു ചുവപ്പ് പട്ടമൊക്കെ വാങ്ങിക്കൊടുക്കുന്നത് നന്നായിരിക്കും. ശനീശ്വരൻ്റെ ക്ഷേത്രത്തിൽ എള്ളുതിരി കത്തിക്കുന്നത് നല്ല കാര്യമാണ്. പിന്നെ വ്യാഴത്തിൻ്റെ മാറ്റം ഉള്ളതുകൊണ്ട് അതായത് നമ്മുടെ ഈ നക്ഷത്രക്കാവൊക്കെ ഉണ്ടല്ലോ, അവിടെ പോയിട്ടൊന്ന് പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.